വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നല്ല ഇടയൻ്റെ ആത്മീയത ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ അടയാളമാണ് ഞാൻ നല്ല ഇടയനാണ് എന്ന ക്രിസ്തുവിൻ്റെ പ്രസ്താവനയും പഠനവും ആ കൃപയുടെ ചിത്രവും. ജീവിതത്തിൻ്റെ എല്ലാ ഭാരത്തിലും നമുക്ക് ആശ്വാസത്തിൻ്റെ സാന്ത്വനം നൽകുന്ന ഒരു സാമീപ്യമാണ് ഒരു ഇടയനായി നാഥൻ കൂടെയുണ്ട് എന്നത്. ഇടയധർമ്മം എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയ കൃപയാണ്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് ഇടയന്മാരെയാണ്. ഇസ്രായേൽ കണ്ട ഏറ്റവും മഹോന്നതനായ രാജാവ് ഇടയനായ ദാവീദ് മഹാരാജാവായിരുന്നു. ഒരു ഇടയ ചെറുക്കനായവനെ സ്വർഗം കരുണയോടുകൂടി വീക്ഷിക്കുകയും അവനെ ഇസ്രായേലിൻ്റെ മഹോന്നതനായ രാജാവാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ മഹാരാജാവായി ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും വലിയ യോഗ്യത അവൻ ഇടയനായിരുന്നു എന്നതാണ്. ഇടയൻ്റെ മനസ്സെന്താണ്? എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ അവൻ മുറിവേറ്റതിനെ വച്ച് കിട്ടുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുന്നു, വഴിതെറ്റിപ്പോയവയെ വീണ്ടും ആലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു, അവൻ അവർക്ക് മുൻപേ നടക്കുന്നു. ഇടയന് തൻ്റെ ആടുകളെ അറിയാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു മറ്റു ചില നന്മകൾ കൂടി ഇടയധർമ്മമായി കൂട്ടിച്ചേർക്കുന്നു. യേശു പറയുന്നു, ആടുകൾ തൻ്റെ ഇടയൻ്റെ സ്വരം കേൾക്കുന്നു. ഇടയൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. പിന്നെയോ ഇടയൻ എപ്പോഴും ആടുകളെ പിന്തുടരുന്നു. വഴി അറിയുന്നവനാണ് ഇടയൻ, വഴി കാട്ടുന്നവനാണ് ഇടയൻ, വഴി നടത്തുന്നവനാണ് ഇടയൻ. പിന്നെയോ അവൻ വഴി തന്നെയാണ്. ഭൂമിയിലെ ഏറ്റവും ഉന്നതനായ ഇടയൻ ക്രിസ്തുവാണ്. അവൻ വഴിയും സത്യവും ജീവനുമാണ്. ക്രിസ്തുവിന് മാത്രമേ ഇപ്രകാരം ഒരു ഇടയധർമ്മത്തിലൂടെ ഭൂമിയെ വീണ്ടെടുക്കാൻ കഴിയൂ. നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഇടയധർമ്മത്തിൻ്റെ ഭാഗമാണെങ്കിൽ അഭിമാനപൂർവ്വം നമുക്ക് അവൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ കഴിയും. ഒരുപക്ഷെ തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് നിലവിളിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മെ വീണ്ടെടുക്കുവാൻ മനസ്സുള്ള ഒരു ദൈവം നമുക്കുണ്ട്. പാപത്തിൻ്റെ ഏത് മുൾപ്പടപ്പിൽ വീണുപോയാലും അവൻ മുറിവേറ്റും നമ്മെ വീണ്ടെടുക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. അവൻ കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്ന ഇടയനാണ്. കണ്ടുകിട്ടുമ്പോൾ ശിക്ഷിക്കുകയല്ല, ശാസിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, പിന്നെയോ അവൻ തോളിലേറ്റി തിരികെ ആലയത്തിലേക്ക് വരികയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഏറ്റവും മനോഹരമായി സുവിശേഷത്തിൽ നൽകുന്നതും ഇടയൻ്റെ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും വേണ്ടത് ഒരു ഇടയൻ്റെ മനസ്സാണ്. ഒരപ്പൻ ഒരു ഇടയൻ്റെ മനസ്സോടെ ഭവനത്തിൽ കുടുംബത്തിലെ മക്കളോട്, ജീവിത പങ്കാളിയോട്, കുടുംബാംഗങ്ങളോട് ഇടപെട്ടാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനം ഒരു നന്മയുടെ സ്നേഹത്തിൻ്റെ ആലയമായി മാറും. ഒരു പുരോഹിതൻ തൻ്റെ ഇടയധർമ്മം ഇടവകയിൽ നിറവേറ്റിയാൽ ആ അജഗണങ്ങൾ ഒരിക്കലും അകന്നു പോകാത്ത വിധം ആ സ്നേഹത്തിൻ്റെ ബലങ്ങളിൽ നിലകൊള്ളുക തന്നെ ചെയ്യും. നമ്മുടെ തിരുസഭയും ലോകവും ഭരണകർത്താക്കളുമൊക്കെ ഇടയൻ്റെ മനസ്സുള്ളവരാകണം. അതുകൊണ്ടായിരിക്കാം ദിവംഗനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഭൂമിയെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പാഠം നിങ്ങൾക്ക് ആടുകളുടെ ഗന്ധമുണ്ടാകട്ടെ എന്നാണ്. ഇടയൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ.
നിങ്ങൾ വഴിതെറ്റിപ്പോയതിനെ കണ്ടെത്താൻ അതിർവരമ്പുകളിലേക്ക് പോകുവിൻ എന്ന് അദ്ദേഹം ഭൂമിയെ പഠിപ്പിച്ചത്. നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കുമ്പോൾ മാത്രമാണ് ഇടയധർമ്മം പൂർണ്ണമാവുക. നാം വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മെ കണ്ടെത്താൻ ഒരിടയൻ നമുക്കായുള്ളപ്പോൾ നാം വ്യസനിക്കേണ്ടതില്ല. അവൻ നമ്മെ തീർച്ചയായും കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നാൽ ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുന്നത് പോലെ ഇടയൻ്റെ സ്വരം ശ്രവിച്ച് ഇടയൻ്റെ പിന്നാലെ നടക്കാൻ ആടുകളായ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം അറിഞ്ഞുകൊണ്ട് വഴിതെറ്റിക്കൂടാ, അറിഞ്ഞുകൊണ്ട് ആല വിട്ട് ഇറങ്ങിക്കൂടാ, അറിഞ്ഞുകൊണ്ട് മുൾപ്പടപ്പിൽ വീണുകൂടാ, അറിഞ്ഞുകൊണ്ട് മുറിവേറ്റുകൂടാ. ഇടയൻ്റെ സ്വരം ശ്രവിച്ച് അവൻ്റെ പിന്നാലെ തീർത്ഥയാത്ര ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നാം തീർച്ചയായും നിത്യതയിൽ അവനോടൊപ്പം എത്തിച്ചേരും. നമുക്കായി സ്വർഗകവാടം തുറന്ന് കാത്തിരിക്കുന്ന ഒരു വലിയ ഇടയനുണ്ട് എന്നത് വലിയ പ്രത്യാശയുടെ കൃപയാണ്. ആ കൃപ സ്വന്തമാക്കുവാനും വീണ്ടും സ്നേഹത്തോടെ അവൻ്റെ ആലയത്തിലായിരിക്കുവാനും നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.